ACN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. രാപ്പകൽ സത്യാഗ്രഹ സമരവുമായി LDF. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക കൈമാറി. സമ്മേളനം നടക്കുന്നത് നവംബർ 26-ന് കോട്ടയത്ത്. ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ട്രാക്ക് ഉണർന്നു. മത്സരങ്ങൾ അരങ്ങേറുന്നത് ചെമ്മനാട് പഞ്ചായത്ത് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ. സദാചാര പോലീസ് ചമഞ്ഞുള്ള ആക്രമണം. DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ. മെഡിക്കൽ കോളേജിന്റെ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രതിഷേധ പരിപാടികളുമായി ആക്ഷൻ കമ്മിറ്റി. നോട്ടുകൾ അസാധുവാക്കിയ സംഭവം. ജനങ്ങളുടെ ദുരിതത്തിന് അയവില്ല. നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം തേടി ഉന്നതതല യോഗം. യോഗം നവംബർ 26-ന് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ. വിശദമായ വാർത്തകളിലേക്ക്. നോട്ട് അസാധുവാക്കലിന്റെ മറവിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ സത്യാഗ്രഹം നടത്തിവരുന്നത്. രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിയ നോട്ട് അസാധുവാക്കലിന്റെ മറവിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ സഹകരണ ബാങ്കുകളെ തകർക്കുന്നതിലൂടെ ജനങ്ങളെ വഴിയാധാരമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നാരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചത്. ഉളിയത്തടുക്കിയിൽ നടന്ന സത്യാഗ്രഹം CPM നേതാവ് M രാമൻ ഉദ്ഘാടനം ചെയ്തു. നോട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും പോയെങ്കിലും പീഡിക വാങ്ങണമെങ്കിൽ പീഡിക സാധനം വാങ്ങണല്ലോ. നമുക്ക് സാധാരണക്കാർക്ക് അരി വാങ്ങണം. അന്നന്ന് അതത് ദിവസം പണിയെടുത്ത് പോയി അരി വാങ്ങുന്ന ആളുണ്ട്. നമുക്ക് പച്ചക്കറി വാങ്ങണം. എല്ലാ സാധനങ്ങളും വാങ്ങണമെങ്കിൽ പൈസ വേണം. അശോകൻ മധൂർ, പുരുഷോത്തമ, പന്നിപ്പാറ മോഹനൻ, CM ബഷീർ, വിജയചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന രാപ്പകൽ സത്യാഗ്രഹത്തിന് സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. നാരായണൻ പേരിയ, K ഭാസ്കരൻ, M സുമതി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടയത്ത് നടക്കുന്ന NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക കൈമാറി. നവംബർ 26-നാണ് NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി നടന്നത്. കേരള NGO അസോസിയേഷന്റെ 42-ാം സംസ്ഥാന സമ്മേളന വേദിയിൽ ഉയർത്തുവാനുള്ള പതാക വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്ക് തുടക്കമായി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി NK ബെന്നി നിർവഹിച്ചു. ശ്രീ MP ബിനോയ് അടക്കമുള്ള 4 ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യിക്കുവാൻ ഈ ഗൂഢാലോചനയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം സമ്മേളനം നടക്കുന്ന ജില്ല കോട്ടയം ജില്ല, അവിടെയുള്ള നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ജോയിന്റ് കൺവീനറായിട്ടുള്ള ജില്ലാ സെക്രട്ടറി VP ബോബിൻ ഉൾപ്പെടെ ചങ്ങനാശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ത്രേസ്യാമ ഉൾപ്പെടെയുള്ള 4 പേരെ കോട്ടയത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അടുത്ത നടപടി ആരംഭിച്ചത്. പക്ഷേ നമ്മൾ 42-ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം ജില്ലയിലെ സസ്പെൻഷൻ പിൻവലിപ്പിക്കുവാനും അവർക്കെതിരെയുള്ള സംഘടനാ നടപടി അവസാനിപ്പിക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. നിലവിലുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജീവനക്കാരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിനും പെൻഷൻ പ്രായവർദ്ധനവ്, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, നോൺ കേഡർ പ്രൊമോഷൻ തുടങ്ങിയ 10ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതടക്കമുള്ള സംഘടനാ പ്രവർത്തനമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. നവംബർ 24, 25, 26 തീയതികളിലായി നടക്കുന്ന പരിപാടിക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, B മോഹനചന്ദ്രൻ, S രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. കോട്ടയത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കാസർഗോഡ് റവന്യൂ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾക്ക് തുടക്കമായി. കോളിയടുക്കത്തെ ചെമ്മനാട് പഞ്ചായത്ത് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ 7 ഉപജില്ലകളിൽ നിന്നുള്ള സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉദുമ MLA K കുഞ്ഞിരാമൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ പരാജയം എന്നതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനെ ആരെയും കുട്ടികളെയോ പരിശീലകരെയോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന സ്കൂൾ ജലോത്സവത്തിൽ മാത്രം നടത്തുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ചില പരിപാടി സംഘടിപ്പിച്ച് തട്ടിക്കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്നല്ലാതെ
തുടർ പരിശീലനമോ നടപടിയോ ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ വിവിധ ഇനങ്ങളിൽ മത്സരം നടന്നു. റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. സദാചാര പോലീസ് ചമഞ്ഞ് നടത്തിയ അക്രമത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെർക്കളയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സഹപാഠിക്കൊപ്പം ഐസ്ക്രീം പാർലറിലിരുന്ന് ഐസ്ക്രീം കഴിച്ചതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും സൈനബ് B.Ed കോളേജിലെ അധ്യാപക വിദ്യാർത്ഥിയുമായ പൃഥ്വിരാജിനെ ചിലർ ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കളയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KV കുഞ്ഞിരാമൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, ബ്ലോക്ക് സെക്രട്ടറി P ശിവപ്രസാദ്, SFI ജില്ലാ പ്രസിഡന്റ് B വൈശാഖ്, CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ചെർക്കളയിൽ നടക്കുന്നത് പോലെയുള്ള അതിക്രമങ്ങൾ, പ്രശ്നങ്ങൾ ഇന്നിപ്പോ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇവിടെ നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്താൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ഡിവൈഎഫ്ഐക്കാരനെ ആക്രമിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടോ? നിങ്ങൾ ഈ കാലത്തെക്കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ച്, ഈ കാലഘട്ടത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം നിങ്ങൾക്ക്. ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമെല്ലാം ഞങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് 3 വർഷം പൂർത്തിയാകുന്നു. എന്നാൽ ഇതേവരെയും ആശുപത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനം. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടിട്ട് നവംബർ 30-ന് 3 വർഷം പിന്നിടുകയാണ്. അക്കാദമിക് ബ്ലോക്കിന്റെ പണി തുടങ്ങിയെങ്കിലും അതേ സമയത്തു തന്നെ ടെൻഡർ ചെയ്ത ആസ്പത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് നവംബർ 30-ന് പ്രതീകാത്മക മെഡിക്കൽ കോളേജിൽ തീർക്കാൻ ജനകീയ സമരസമിതി യോഗം തീരുമാനിച്ചു. 68 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണ് ഹോസ്പിറ്റൽ ബ്ലോക്ക്. നബാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം. കാരണം നമ്മളൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബ്ലോക്കാണ്. അതിൻ്റെ പണി ആരംഭിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. നബാർഡിന്റെ സഹായത്തോടെ 68 കോടിയുടെ ആസ്പത്രി കെട്ടിടം നിർമ്മിക്കാനാണ് ടെൻഡർ വിളിച്ചത്. എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് പണി നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. കിറ്റ്കോയ്ക്കാണ് നിർമ്മാണ ചുമതല. സാങ്കേതികത്വം തീർത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കാൻ കിറ്റ്കോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഉചിതമായ ചികിത്സ കിട്ടാതെ എൻഡോസൾഫാൻ രോഗികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആസ്പത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങണമെന്നും അല്ലാത്ത പക്ഷം സമരം തുടങ്ങുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. അസാധുവാക്കിയ നോട്ടുകൾ മാറ്റി വാങ്ങിക്കാൻ ബാങ്കുകളുടെ മുമ്പിലെ ക്യൂവിന് ശമനമായില്ല. മിക്ക ബാങ്കുകളുടെ ATMകളിൽ പണമില്ല എന്നത് സാധാരണക്കാരെ ഏറെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിലൂടെ ജനങ്ങൾക്കുണ്ടായ ദുരിതത്തിന് ഒരയവും വന്നിട്ടില്ല. മിക്ക ബാങ്കുകൾക്ക് മുമ്പിലും ഇപ്പോഴും നീണ്ട ക്യൂവാണ് കാണപ്പെടുന്നത്. ആഴ്ചയിൽ 24,000 രൂപ വരെ പിൻവലിക്കാമെന്നത് സാധാരണക്കാരന് അപ്രാപ്യമായ കാര്യമാണ്. സാധാരണക്കാരായ ഗ്രാമീണർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സഹകരണ ബാങ്കുകളെയാണ്. സഹകരണ ബാങ്കുകളിൽ ഇടപാടുകളൊന്നും തന്നെ നടക്കുന്നില്ല. സഹകരണ ബാങ്കുകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. വ്യാപകമായി ATM കൗണ്ടറുകൾ ഉണ്ടെങ്കിലും മിക്കയിടത്തും ഉച്ചയോടെ പണമില്ലാതാകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ രാജ്യത്തെ പെട്രോൾ പമ്പുകളടക്കം പഴയ നോട്ടുകൾ ഇനി സ്വീകരിക്കില്ല. വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്തേണ്ടവർ ആകെ ദുരിതത്തിലായിരിക്കുകയാണ്. മതിയായ ബദൽ സംവിധാനം ഉണ്ടാകുന്നതുവരെയോ ഡിസംബർ 30 വരെയോ നിയമപരമായ എല്ലാ ഇടപാടുകൾക്കും പഴയ 1000, 500 നോട്ടുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം.
നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വ്യാപാരി വ്യവസായി പ്രതിനിധികളുടെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗം നവംബർ 26-ന് ചേരും. നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം നടക്കുക. ശനിയാഴ്ച വൈകിട്ട് 3-ന് കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം. എന്നെ നെല്ലിക്കുന്ന് MLA അധ്യക്ഷനാകും. നഗരത്തെ വീർപ്പുമുട്ടിക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് നേരത്തെ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. ഇതേ തുടർന്ന് കളക്ടറുടെ ചേംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ സംഘടനാ പ്രതിനിധികളുടെയും യോഗം ചേർന്നിരുന്നു. യോഗ തീരുമാനപ്രകാരം നഗരത്തിലെ ട്രാഫിക് സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പ്രായോഗിക പരിഹാരം കണ്ടെത്തുന്നതിനും കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നഗരത്തിൽ പരിശോധനയും ഗതാഗത സർവേയും നടത്തി. അനധികൃത പാർക്കിംഗ്, നഗരത്തിലെ ബസ്സുകളുടെ ഓട്ടം, വാഹനപ്പെരുപ്പം, കച്ചവടക്കാരുടെയും വഴിയോര കച്ചവടക്കാരുടെയും റോഡ് കയ്യേറിയുള്ള കച്ചവടം തുടങ്ങിയവയാണ് ഗതാഗതക്കുരുക്കിന് കാരണമായി കണ്ടെത്തിയത്. ഫ്രണ്ട്സ് അമ്മൻകോടിന്റെ ആഭിമുഖ്യത്തിൽ അന്തർ സംസ്ഥാന വോളി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു. സംസ്ഥാനത്തെയും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമുള്ള പ്രമുഖ ടീമുകൾക്ക് വേണ്ടി പ്രഗത്ഭ താരങ്ങൾ കളിക്കാനിറങ്ങി. അമ്മങ്കോട് വോളി ഗ്രൗണ്ടിൽ നടന്ന മത്സരം AB ഷാഫി ഉദ്ഘാടനം ചെയ്തു. SM മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. AB കുട്ടിയാനം, KN ഹനീഫ്, മൻസൂർ മല്ലത്ത്, AB ഹാരിസ് എന്നിവർ സംസാരിച്ചു. റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞുവെങ്കിലും ഇനിയും പണി പൂർത്തിയായില്ല എന്ന ആക്ഷേപം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡിലെ ഉദ്യാവാര BS നഗർ റോഡാണ് പാതി വഴിയിലായത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കുഞ്ചത്തൂർ മാട സമീപമുള്ള ഉദ്യാവാര BS നഗർ റോഡിന് വേണ്ടിയാണ് പ്രദേശവാസികൾ സ്ഥലവും പണവും സ്പോൺസർ ചെയ്തത്. തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇതൊക്കെ നൽകിയത്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും റോഡിന്റെ പണി ഇനിയും പൂർത്തിയായില്ല. ഇവിടുത്തെ റോഡിന്റെ വീതി കൂട്ടാനാണ് പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയത്. അന്നത്തെ 21-ാം വാർഡ് അംഗവും ഇന്നത്തെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മുക്താറും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹിയുമായ നാസറും ചേർന്നാണ് ഇതിന് മുൻകൈയെടുത്തത്. ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ജനങ്ങളിൽ നിന്നും ഇവർ റോഡ് നിർമ്മാണത്തിനായി പിരിച്ചെടുത്തതായി പ്രദേശവാസിയായ K. ഉസ്മാൻ KCN ന്യൂസിനോട് പറഞ്ഞു. പഞ്ചായത്തിന്റെ മുക്താറും ഗുഡ് നാസറും എത്തി. ഇവിടെ ഗ്രാമപഞ്ചായത്ത് മഹല്ല പഞ്ചായത്തിലെ മെമ്പറുമാണ്. പിന്നെ ഇവിടുത്തെ കുറേ ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. റോഡ് ശരിയാക്കി റോഡ് ബെൽഡാക്കി തന്നാൽ റോഡ് മുമ്പ് ഉണ്ടായതാണ്. റോഡ് ബെൽഡാക്കി തന്നാന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ സ്ഥലത്തിലെ കുറേ കളിച്ചിട്ട് ജബർദസ്തി എടുത്ത് കാര്യം എന്നിട്ട് ടെലിഫോണിൽ കൂടെ പൊളിച്ചിട്ട് വെച്ചെറിഞ്ഞ കാര്യം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തുടങ്ങിയതവർ. ഇതുവരെ ഞങ്ങൾ സ്ഥലത്തെ ശരിയാക്കിയിട്ട് ഇതുവരെ തന്നിട്ടാണ്. ഞങ്ങൾ പൈസ നിങ്ങൾ 10,000 രൂപ തന്നാൽ പൈസ 5,000 രൂപ ജബർദസ്തി ബൈക്കോട്ട് പോയി കാര്യം. ഇതുവരെ പഞ്ചായത്ത് ഇതാക്കി കുറേ പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്ത് പിന്നെ ഫോൺ എടുക്കുന്നുമില്ല, ശരിയാക്കി തരുന്നുമില്ല. നട്ടലിന് ക്ഷതമേറ്റ് കിടപ്പിലായ K. ഉസ്മാനോട് അന്ന് ഇവർ ആവശ്യപ്പെട്ടത് സ്ഥലവും 10,000 രൂപയുമായിരുന്നു. സ്ഥലവും 5,000 രൂപയും ഇദ്ദേഹം നൽകി. എല്ലാം ലഭിച്ചപ്പോൾ റോഡ് 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി നൽകുമെന്ന് പറഞ്ഞവരെ പിന്നീട് കണ്ടില്ലെന്നും ഉസ്മാൻ പറഞ്ഞു. നാട് നന്നാക്കാനായി ഇറങ്ങിത്തിരിച്ച ഇത്തരം രാഷ്ട്രീയക്കാർ ഒരു നാടിന് തന്നെ ശാപമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരിൽ നിന്നും എല്ലാം തട്ടിയെടുത്ത ശേഷം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം തുമിനാട്ടിലെ മൊബൈൽ കടകളിൽ മോഷണം നടന്നു. ഹാർഡ് ഡിസ്കും മൊബൈൽ ഫോണുകളുമടക്കം നിരവധി സാധനങ്ങൾ മോഷണം പോയി. മഞ്ചേശ്വരം തുമിനാട്ടിൽ പ്രവർത്തിക്കുന്ന 3 മൊബൈൽ കടകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. തുമിനാട്ടിൽ പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഗാലറിയിൽ നിന്നും മൊബൈലുകളും പണവുമാണ് കവർന്നത്. സിദ്ദിഖ് തങ്ങളുടെ അധീനതയിലുള്ള കടയിൽ നിന്നും ഹാർഡ് ഡിസ്കും പണവുമാണ് മോഷണം പോയത്. സാഗർ മൊബൈൽ കട ഷട്ടർ തുറന്നുവെങ്കിലും ഒന്നും കൊണ്ടുപോയില്ല. തുമിനാട്ടിലെ തവക്കൽ ബിൽഡിംഗിലെ മുകളിലത്തെ നിലയിൽ കുടുംബസമേതം താമസിക്കുന്ന UP സ്വദേശി ഡേക്പാലിന്റെ ആധാർ കാർഡുകളും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും 5,000 രൂപയും കവർച്ച ചെയ്തു. ഇതിൽ നെസ്റ്റ് ഗാലറിയിൽ മുമ്പും കവർച്ച നടന്നിരുന്നു. പോലീസിന് പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞില്ല. വ്യാഴാഴ്ച രാവിലെയാണ് കവർച്ച നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും കുറെ നാളുകളായി നിരവധി മോഷണങ്ങളാണ് നടന്നുവരുന്നത്. എന്നാൽ ആരെയും പിടികൂടാൻ പോലീസ് ശ്രമിക്കാത്തത് ഇത്തരക്കാർക്ക് കൂടുതൽ പ്രോത്സാഹനമാകുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. സത്യസായി ബാബയുടെ 91-ാം ജന്മദിനാഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് അഭയനികേതനത്തിന്റെ 30-ാം വാർഷികോത്സവവും ആഘോഷിച്ചു.
കടമ്പടുപ്പിലെ സത്യസായി അഭയനികേതനിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടിയിലും വാർഷികോത്സവത്തിനും നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായി. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ മോഹനദാസ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ನಿರಂತರವಾಗಿ ಮಾನವ ಕಲ್ಯಾಣವನ್ನು ಬಯಸಿಕೊಂಡು ವಿಶ್ವ ಶಾಂತಿಗೋಸ್ಕರ ಈ ದೇಶಕ್ಕೆ ಇಲ್ಲಿ ಅಭಯಾಶ್ರಮದಲ್ಲಿರತಕ್ಕಂಥ ಎಷ್ಟೋ ಮಕ್ಕಳನ್ನ ಈ ದೇಶದ ಪ್ರಭುತ್ವತೆಯಲ್ಲಿ ಉತ್ತಮ ಪ್ರಜೆಗಳಾಗಿ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സത്യസായി ബാബയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി 91 ദീപങ്ങൾ തെളിയിച്ചു. ഇതിനുശേഷം രാത്രി 9 മണിക്ക് കരിമരുന്ന് പ്രയോഗവും നടന്നു. നോട്ട് അസാധുവാക്കിയ നടപടിക്കെതിരെ ആധാരമെഴുത്തുകാരും സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. കേന്ദ്ര സർക്കാർ നോട്ട് അസാധുവാക്കിയതോടെ ആധാരമെഴുത്ത് മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ബാങ്കിൽ നിന്നും ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ അവസരം നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ആധാരമെഴുത്തുകാരും സമരരംഗത്തേക്ക് വന്നു. ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ധർണാ സമരം കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ ഉദ്ഘാടനം ചെയ്തു. ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PR കുഞ്ഞിരാമൻ, P നാരായണൻ, M അസൈനാർ, K വത്സരൻ, V മാധവൻ നായർ, PP കുഞ്ഞികൃഷ്ണൻ നായർ, KV കുഞ്ഞമ്പ് പൊതുവാൾ, PK കൃഷ്ണൻ, AV ശശിധരൻ, VB വിനോദ്, K നാരായണി, ശ്രീധരൻ നായർ, P മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക സിലിണ്ടറിൽ കൃത്രിമം നടത്തുന്നതായി പരാതി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഹോട്ടലിലാണ് കൃത്രിമം കാട്ടിയ ഗ്യാസ് സിലിണ്ടർ ലഭിച്ചത്. കാഞ്ഞങ്ങാട്ട് വിതരണത്തിനെത്തിച്ച പാചകവാതക സിലിണ്ടറുകളിൽ കൃത്രിമം കാട്ടുന്നതായി പരാതി. കൊമേഴ്ഷ്യൽ ആവശ്യത്തിനായി നൽകിയ വലിയ പാചകവാതക സിലിണ്ടറിലാണ് കൃത്രിമം കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലേക്ക് എത്തിച്ച പാചകവാതക സിലിണ്ടറിലാണ് കാൽഭാഗത്തോളം മണ്ണെണ്ണയോട് സാദൃശ്യമുള്ള ദ്രാവകം കണ്ടെത്തിയത്. പാചകവാതക സിലിണ്ടറിൽ നിന്നും ആവശ്യത്തിന് തീ ലഭിക്കാതെ വന്നപ്പോഴാണ് റഷീദ് സിലിണ്ടർ പരിശോധിച്ചത്. റെഗുലേറ്റർ നീക്കിയപ്പോൾ മണ്ണെണ്ണയോട് സാമ്യമുള്ള ദ്രാവകം പുറത്തേക്ക് വന്നു. തീ പടരുന്ന ദ്രാവകമാണ് സിലിണ്ടറിന് പുറത്തേക്ക് ഒഴുകിയത്. ദിവസേന കൂടുതൽ സിലിണ്ടർ ഉപയോഗിക്കുന്ന ഹോട്ടലിൽ ഇത് ആദ്യമായാണ് കൃത്രിമം കണ്ടെത്തിയത്. പാചകവാതക ഏജൻസിയെ സമീപിച്ചപ്പോൾ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് അവർ പറഞ്ഞു. ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ അങ്ങനത്തെ ഇത് അതിൻ്റെ കച്ചറ കഴിയുമ്പോൾ അതങ്ങനെ ചുമണിയായിട്ട് വരുന്നത്. ഇത് ചുമണിയായിട്ട് വരുന്നത് ഞാൻ ഒരു 15 ദിവസമായി ഞാൻ ഇവനോട് പറയുന്നത് ഇതിൽ ചുമണി മിക്സ് ഉണ്ട് ഇങ്ങനെ പാളിക്കൊണ്ട് തീ ഇതുവരെ അങ്ങനത്തെ അനുഭവം. ഇന്നിപ്പം ഇതിങ്ങനെ ഒഴിക്കുമ്പം വെറും ചുമണിയാണ് ഇതിൽ വരുന്നത്. ഞാൻ ഇത്രയും വർഷങ്ങൾ ഞാൻ എൻ്റെ സർവീസിൽ എത്രയോ വർഷമായി ഞാൻ ഈ ഗ്യാസിൻ്റെ പണിയെടുക്കുന്നത്. ഇന്ന് മാത്രം ഇതിനായിട്ട് വലിയ വലിയ കാറ്ററിങ്ങിലൊക്കെ ഞാൻ പണിയെടുത്ത ആളാണ്. അങ്ങനത്തെ ഇതുവരെ അങ്ങനത്തെ സംഭവം ഉണ്ട്. ഇത് ഒരു 10 ദിവസം ഈ ഗ്യാസിൻ്റെ സംഭവം ഇങ്ങനെ ഉണ്ടാകും. ഇത്തരം പരാതി ആദ്യമായി ലഭിക്കുകയാണെന്ന് ഏജൻസി ഉടമയും പറഞ്ഞു. കൃത്രിമം കണ്ടെത്തിയ സിലിണ്ടറിന്റെ ദൃശ്യങ്ങൾ മൊത്തവിതരണക്കാർക്ക് അയക്കാനാണ് ഏജൻസിയുടെ തീരുമാനം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. 25, 26 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 32ാമത് ജില്ലാ സമ്മേളനം 25, 26 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. കാഞ്ഞങ്ങാട് വ്യാപാരഭവനിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം 25 രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി E ചന്ദ്രശേഖരന് ചടങ്ങിൽ സ്വീകരണം നൽകും. സമ്മേളനത്തിന്റെ മുന്നോടിയായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. മാന്തോപ്പ് മൈതാനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ട്രാഫിക് സർക്കിൾ ചുറ്റി കാഞ്ഞങ്ങാട് ടൗണിൽ സമാപിച്ചു. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സമ്മേളനം പരപ്പയിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ആദിവാസി ശക്തി പ്രകടനം CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരപ്പച്ചാൽ റോയൽ പാലസ് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ച് എടത്തോട് നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. പ്രകടനത്തിന് മുന്നിൽ സമ്മേളന പ്രതികളും പിന്നിൽ 10 ഏരിയ കമ്മിറ്റികളുടെ ബാനറിന് കീഴിൽ അതാത് ഏരിയയിലെ പ്രവർത്തകരും അണിനിരന്നു. പ്രകടനത്തിന് മുന്നിൽ ആദിവാസി കലാരൂപമായ എരുതുകളിയും തൊട്ടു പിന്നിൽ പനത്തടി ഏരിയ കമ്മിറ്റിയുടെ വനിതാ സംഘം ബാൻഡ് മേളവും സ്ഥാനം പിടിച്ചിരുന്നു.
മംഗലം കളിയും നിശ്ചല ദൃശ്യങ്ങളും മുത്തുകുടകളും പ്രകടനത്തിന് മാറ്റുകൂട്ടി. കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി ഉച്ചക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഈ ഗ്രാമം ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത പൊതുപ്രകടനമാണ് ഈ പൊതുസമ്മേളന വേദിയിൽ പരപ്പവരെയുള്ള വഴിയരികിൽ പൊതുജനം മണ്ണിന്റെ മക്കളുടെ ശക്തിപ്രകടനം കാണാൻ തടിച്ചുകൂടിയിരുന്നു. CPM പോഷക സംഘടനകൾ പ്രകടനത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ അഭിവാദ്യമർപ്പിച്ചു. അംബേദ്കർ നഗറിൽ നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ക്ഷേമസമിതി ജില്ലാ പ്രസിഡന്റ് P കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പൊതുസമ്മേളനത്തിൽ ആദരിച്ചു. ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറി വിദ്യാധരൻ കാണി ഉപഹാരം നൽകി. കൊട്രവാസുദേവ്, TK രവി, KP നാരായണൻ, PV ചന്ദ്രൻ, ഒക്ലാസ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട EP രാജഗോപാലൻ മാസ്റ്റർക്ക് ആദരം. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ NMCN-ന്റെയും നീലേശ്വരം സീനെറ്റ് ചാനലിന്റെയും ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം നടന്നത്. വയലാർ ഗാനാലാപന മത്സരവിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. സാഹിത്യ അക്കാദമി അംഗത്വത്തിലൂടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ EP രാജഗോപാലൻ മാസ്റ്ററെ കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ നോർത്ത് മലബാർ കേബിൾ നെറ്റ്വർക്കിൻ്റെയും സീനെറ്റ് ചാനലിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത്. നീലേശ്വരം സീനെറ്റ് ഹാളിൽ നടന്ന ലളിതവും ഊഷ്മളവുമായ അനുമോദന ചടങ്ങിന് സീനെറ്റ് ചീഫ് എഡിറ്റർ PR ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സീനെറ്റ് ചാനൽ ചെയർമാൻ K പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. വിനോദ് K ആലന്തട്ട മുഖ്യാതിഥിയായ EP രാജഗോപാലൻ മാസ്റ്ററെ സദസ്സിന് പരിചയപ്പെടുത്തി. കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പ്രശസ്ത നിരൂപകനുമായ EP രാജഗോപാലൻ മാസ്റ്റർക്ക് അർഹതപ്പെട്ട അംഗീകാരമാണ് സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സീനെറ്റ് ചാനൽ ചെയർമാൻ K പ്രദീപ് കുമാർ രാജഗോപാലൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സീനെറ്റ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ M ശ്രീധരൻ ഉപഹാര സമർപ്പണം നടത്തി. സാഹിത്യ അക്കാദമിയിലെ ഈ അംഗത്വം ഒരു പദവിയല്ലെന്നും സർക്കാർ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി എന്ന നിലയിലാണെന്നും മറുപടി പ്രസംഗത്തിൽ രാജഗോപാലൻ മാസ്റ്റർ പറഞ്ഞു. ജില്ലയിലെ സാഹിത്യരംഗത്ത് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഉത്തരവാദിത്തമായി ഈ സ്ഥാനലബ്ധിയെ കരുതുമെന്നും അദ്ദേഹം പറഞ്ഞു. സീനെറ്റ് ചാനൽ, കിഴക്കേമുറി സ്നേഹതീരം ഹൗസ് ബോട്ട്, ഫാത്തിമ അറബിപ്പൊന്നു എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച വയലാർ ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. KS സ്വർണ, മീനു മണികണ്ഠൻ, ഗീതിചന്ദ്, കൃഷ്ണ എന്നിവർ ഉപഹാരവും ക്യാഷ് പ്രൈസും സ്വീകരിച്ചു. ക്യാഷ് പ്രൈസ് സീനെറ്റ് ചെയർമാൻ പ്രദീപ് സമ്മാനിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. രാപ്പകൽ സത്യാഗ്രഹ സമരവുമായി LDF. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക കൈമാറി. സമ്മേളനം നടക്കുന്നത് നവംബർ 26-ന് കോട്ടയത്ത്. ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ട്രാക്ക് ഉണർന്നു. മത്സരങ്ങൾ അരങ്ങേറുന്നത് ചെമ്മനാട് പഞ്ചായത്ത് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ. സദാചാര പോലീസ് ചമഞ്ഞുള്ള ആക്രമണം. DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ. മെഡിക്കൽ കോളേജിന്റെ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രതിഷേധ പരിപാടികളുമായി ആക്ഷൻ കമ്മിറ്റി. നോട്ടുകൾ അസാധുവാക്കിയ സംഭവം. ജനങ്ങളുടെ ദുരിതത്തിന് അയവില്ല. നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം തേടി ഉന്നതതല യോഗം. യോഗം നവംബർ 26-ന് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.